പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും കർത്താവ് ഈ പ്രഭാതം മുതൽ പുതുവഴികൾ തുറന്ന് വേഗത കൂട്ടി കഴുകനെ പോലെ ശക്തിയെ പുതുക്കി ഉന്നതികളിൽ വാഹനമേറി ഓടുമാറാകട്ടെ. അതുപോലെ ചില പുതിയ വേഗത, പുതിയ ശക്തിയെല്ലാം നിങ്ങളുടെ മേൽ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ഈ സന്ദേശം ഇവിടെ ആരംഭിക്കുന്നത്. മെയ് മാസം ഏകദേശം ഇനി ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ മഴക്കാലത്തിലേക്കാണ് പിന്നെ അടുത്ത മാസം നമ്മൾ കാത്തിരിക്കുന്ന അതിശക്തമായ മഴ, വർഷക്കാലം എല്ലാം കടന്നു വരുന്നുണ്ട്. മെയ് മാസം ഇനി ഒരാഴ്ച കൂടി ബാക്കിയുണ്ട്. ഈ ദിവസങ്ങളിൽ പ്രൈസ് ജനറേഷൻ കൂട്ടായ്മയിൽ 8 മണിക്കൂറത്തെ പ്രാർത്ഥന വളരെ നന്നായിട്ട് പോകുന്നു. ഒത്തിരി പേര് ദൈവ രാജ്യത്തിൽ ശോഭിക്കുവാൻ, യെശയ്യാവ് 60:1 പോലെ എഴുന്നേറ്റ് പ്രകാശിക്കാൻ ഒത്തിരി പേര് എഴുന്നേറ്റ് കഴിഞ്ഞു. ദൈവരാജ്യം വളരണം, ദൈവരാജ്യം വിശാലപ്പെടണം. യേശുവിൻ്റെ പ്രാർത്ഥനയിൽ യേശു പഠിപ്പിച്ചു, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് സ്വർഗത്തിൽ ഉള്ള ആരാധന ഭൂമിയിൽ വരണം, സ്വർഗത്തിലുള്ള സ്തുതി ഭൂമിയിൽ വരണം, സ്വർഗത്തിലുള്ള സന്തോഷം ഭൂമിയിൽ വരണം. ഈ ദിവസങ്ങളിൽ തുറന്ന സ്വർഗത്തിൻ്റെ കീഴേ ഇതെല്ലാം കർത്താവിൻ്റെ മക്കൾ അനുഭവിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം പോലും വരാൻ സാവകാശം ലഭിക്കാത്തവരുണ്ട്. സാരമില്ല, ദൈവം അതിനുള്ള അവസരം പിന്നീടും നൽകി തരുമെന്നാൽ കർത്താവിനെ കാത്തിരിക്കുന്ന എല്ലാവരും ശക്തിയെ പുതുക്കും. അത് കർത്താവ് നേരത്തെ തന്ന ഒരു ഉറപ്പാണ്. കാത്തിരിക്കുന്നവരാരും ലജ്ജിക്കില്ല, അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നവരാരും ലജ്ജിച്ചു പോകില്ല. നീണ്ട ദിവസങ്ങളായി 1 മാസത്തോളം ഇടതടവില്ലാതെ ദൈവമുഖം അന്വേഷിക്കുന്ന ഒരു കൂട്ടം കുഞ്ഞുങ്ങളും മുതിർന്നവരും കൂട്ടായ്മയിലുണ്ട്. അവരുടെ ഭാവി വളരെ ശ്രേഷ്ഠമായിരിക്കും. കാരണം അവർ ദൈവസന്നിധിയിൽ ഇരുന്നു എന്ന കാരണത്താൽ അവരുടെ ഭാവിയുടെ മേൽ വലിയ നന്മകൾ കാണാനിടയാകും. കർത്താവ് ഈ ഒരു അനുഗ്രഹം, ഈ ഒരു അഭിഷേകം, ഈ ഒരു പുതുക്കം എല്ലാവർക്കും നൽകട്ടെ. ആരാധനയിലെല്ലാം ഒരു പുതുക്കം കർത്താവിൽ നിന്ന് നമുക്ക് പ്രാപിക്കാം. ഇന്നത്തെ ആരാധന നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ ഹൃദയപൂർവ്വം സ്തുതിക്കാം. बावर के बीच में तू कहता है दम जा, तू मेरी ताकत है, तू ही मेरा ईमान. बावर के बीच में तू कहता है दम जा, तू मेरी ताकत है, तू ही मेरा ईमान. बीट कल में तू साथ मेरे था, आज भी मेरे साथ है खड़ा. आने वाले कल में भी होगा उठते हुए उफानों में, तू ही मेरी चट्टान. बढ़ती हुई लहरों पे तेरे कदमों के निशान. बीमारियों में तू कहता है उठ जा, यहोवा राफा. तू ही मेरी शिफा. बीमारियों में तू कहता है उठ जा, यहोवा राफा. तू ही मेरी शिफा. बीट कल में तू साथ मेरे था, आज भी मेरे साथ है खड़ा. आने वाले कल में भी होगा
उठते हुए उफानों में तू ही मेरी चट्टान, बढ़ती हुई लहरों पे तेरे कदमों के निशान, उड़ते हुए उफानों में तू ही मेरी चट्टान, बढ़ती हुई लहरों पे तेरे कदमों के निशान, बीमारी दे तेरा सर झुका, मुझ पर तेरा बस ना चल सका, ऐसा कोई शस्त्र ना बना तू कर सकेगा मेरा सामना, बीमारी दे तेरा सर झुका, मुझ पर तेरा बस ना चल सका, ऐसा कोई शस्त्र ना बना जो कर सकेगा मेरा सामना, उठते हुए उफानों में तू ही मेरी चट्टान, बढ़ती हुई लहरों पे तेरे कदमों के निशान, उड़ते हुए उफानों में तू ही मेरी चट्टान, बढ़ती हुई लहरों पे तेरे कदमों के निशान। കർത്താവിനെ കാത്തിരിക്കുന്നവരെല്ലാം ശക്തരായി മാറും, ബലമുള്ളവരായി മാറും എന്നൊക്കെ കർത്താവ് പറഞ്ഞെങ്കിലും, പ്രവാചകന്മാരിലൂടെ അറിയിച്ചെങ്കിലും കാത്തിരിക്കുവാൻ ആൾക്കാരില്ല. ദൈവം എഴുന്നേൽപ്പിക്കുന്ന ജനങ്ങൾ വിശ്വസ്തരായില്ല എന്നൊക്കെയാണ് പഴയ നിയമത്തിലെ ഓരോ ഭാഗങ്ങളിലും നമ്മൾ കാണുന്നത്. ഒരു വേദഭാഗം യെഹെസ്കേൽ പ്രവചനത്തിൽ 22:30 വായിക്കുമ്പോൾ, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ലാതാനും. അപ്പോൾ ഒരു ദേശം നശിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി ദൈവത്തിൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കാൻ ദൈവം ഒരു പുരുഷനെ അന്വേഷിച്ചു, കണ്ടില്ല. അതിൻ്റെ ശരിയായ പരിഭാഷയിൽ ദേശനാശത്തിലേക്ക് പോകാതെ ആ ദേശത്തെ സംരക്ഷിക്കുവാൻ ഒരു വീരനെ അന്വേഷിച്ചെന്നാണ്. വെറും ഒരു പുരുഷനല്ല, ഒരു വീരനെ. പുരുഷന്മാരൊത്തിരിയുണ്ട്, എന്നാൽ ദൈവപുരുഷന്മാരുടെ എണ്ണം വർദ്ധിക്കുമ്പോഴാണ് ദൈവപ്രവൃത്തി നടക്കുന്നത്. ഒരു വീരനെ, ആത്മാവിൽ എഴുന്നേൽക്കുന്ന ഒരു വീരനെ, പ്രാർത്ഥനയിൽ ഒരു വീരനെ, വിശ്വാസത്തിൽ ഒരു വീരനെ, വിശുദ്ധിയിൽ ഒരു വീരനെ അന്വേഷിച്ചു, കണ്ടില്ല. അങ്ങനെയുള്ളവർ എഴുന്നേറ്റ കാലത്തൊക്കെ ദേശത്തിന് നാശം വന്നില്ല. അബ്രഹാം ഒരു വീരനായിരുന്നു, വിശ്വാസ വീരനായിരുന്നു. അതുകൊണ്ട് അബ്രഹാമിലൂടെ
ഒരു ദേശമുണ്ടായി വന്നു. അബ്രഹാം മുഖാന്തിരമാണ് ഒരു ദേശം ഉളവായി വന്നത്. ദൈവത്തിൻ്റെ സ്നേഹിതനായി ദൈവത്തോടു കൂടെ നടന്നപ്പോൾ ദൈവം അവൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു ദേശത്തെ ഉണ്ടാക്കിയെടുത്തു. ദൈവഭക്തിയുള്ള ഒരു ദേശം, പ്രാർത്ഥിക്കുന്ന ഒരു ദേശം, വിശ്വാസമുള്ളൊരു ദേശം, ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു ദേശം, തനിച്ച് പാർക്കുന്ന ഒരു ദേശം, ജാതികളിൽ എണ്ണപ്പെടാത്തൊരു ദേശം. അബ്രഹാം വിശ്വാസികളുടെ പിതാവായിരുന്നു? അല്ല. അബ്രഹാം വിശ്വാസ വീരനായി ദൈവം അവനെ പണിതെടുക്കുകയായിരുന്നു. അവൻ്റെ മറുപടികളൊക്കെ വൈകിയപ്പോൾ അവൻ വീര്യമുള്ളവനായി ദൈവം അവനെ മാറ്റുകയാണ്. നിങ്ങൾ വേണമെങ്കിൽ ശ്രദ്ധിച്ചോ, മറുപടികൾ വൈകി വന്നവരെയും സമയത്ത് കാര്യങ്ങൾ നടന്നവരെയും നിങ്ങൾ ഇനി മുതൽ വീട്ടിലും സമൂഹത്തിലും ചർച്ചിലും എല്ലാം ശ്രദ്ധിച്ചോ. മറുപടികൾ വൈകിയവർ, അവർ ദൈവസന്നിധിയിൽ ഇരുന്ന് അവർ വളരെ തീഷ്ണതയോടെ പ്രാർത്ഥിച്ച് അവരുടെ നഷ്ടപ്പെട്ടു പോയ വർഷങ്ങളെ പോലും അവർ തിരിച്ച് പ്രാപിച്ചതായിട്ട് നമുക്ക് ബൈബിളിൽ കാണാം. അബ്രഹാം അങ്ങനെയായിരുന്നു. അബ്രഹാമിൻ്റെ നഷ്ടപ്പെട്ടു പോയ വർഷങ്ങൾ, സാറയുടെ നഷ്ടപ്പെട്ടു പോയ വർഷങ്ങൾ, യൗവനപ്രായം, അതല്ലേ പച്ചപ്പുഴുവും തുള്ളനും വിട്ടിലും വെട്ടുക്കിളിയും ഒക്കെ തിന്നുകളഞ്ഞ ആ വർഷങ്ങൾക്ക് പകരം ഞാൻ മടക്കി തരുമെന്ന് കർത്താവ് പറഞ്ഞില്ലേ? അതുപോലെ നഷ്ടപ്പെട്ടു പോയ സീസണുകളെ, യൗവന സീസണുകളെ തിരിച്ചു പിടിച്ചവരാണ് അബ്രഹാം, സാറയും. അവരതുകൊണ്ട് അവരെക്കുറിച്ച് തന്നെ അവർ വിശ്വാസം പറഞ്ഞു. അബ്രഹാമിന് 99 വയസ്സുള്ളപ്പോൾ, സാറയ്ക്ക് 89 വയസ്സുള്ളപ്പോൾ രണ്ടുപേരെയും ദൈവം അതിലേക്ക് കൊണ്ടുപോവുകയാണ്. ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് ഈ ഭാഗ്യം ഉണ്ടായത്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനോട് പറയണം, അബ്രഹാമേ, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനാകുക. എത്രാമത്തെ വയസ്സിൽ? 99-ാമത്തെ വയസ്സിൽ. എൻ്റെ ദൈവമേ, ഇനി എന്നാ നിഷ്കളങ്കനാകാൻ? അബ്രഹാം അതിന്, കർത്താവേ, ഇനി എന്തെന്നാ നിഷ്കളങ്കനാകാനുള്ള? വയസ്സ് ഇത്രയായി. ഇതൊന്നും പറഞ്ഞില്ല. നമ്മളെ വായിക്കുന്നു, അബ്രഹാം സാഷ്ടാംഗം വീണ് കിടന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ ആ ദൈവശബ്ദം കേട്ടപ്പോൾ വീണ് കിടന്നു. നിങ്ങൾ കേൾക്കുന്ന ദൈവശബ്ദത്തിൻ്റെ മുൻപിൽ ഒന്ന് വീണ് കിടക്കാമെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത് വീരന്മാരായിട്ടായിരിക്കും. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. ഇനി മുതൽ നിന്റെ പേര് അബ്രാം അല്ല, അബ്രഹാം. സാറായി അല്ല, അവൾ സാറാ. വിശ്വാസവീരൻ, പ്രാർത്ഥനാ വീരനെ ഇപ്പോഴിതാ ദൈവം വിശ്വാസവീരനാക്കി മാറ്റുകയാണ്. അബ്രഹാം പ്രാർത്ഥനാ വീരനായിരുന്നു. അബ്രഹാം വിശ്വാസവീരനായി തീർന്നു. അതിൻ്റെ കാരണം എന്താണ്? ദൈവത്തോടു കൂടെ സമയം ചെലവഴിക്കുമ്പോൾ വിജയത്തിന് വേണ്ട മർമ്മങ്ങൾ ദൈവം തന്നെ അബ്രഹാമിന് പറഞ്ഞു കൊടുക്കുകയാണ്. വെറുതെ ഒരു സുപ്രഭാതത്തിൽ അവന് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ കുഞ്ഞുങ്ങളെ കൊടുക്കുകയല്ല, ദൈവം അവന് ജ്ഞാനം കൊടുക്കുകയാണ്. ദൈവം അവന് വിവേകം കൊടുക്കുകയാണ്. കുഞ്ഞെ, ഈ സിസ്റ്റം ഉപയോഗിക്കാതെ നിനക്ക് അത്ഭുതങ്ങൾ കാണാൻ കഴിയില്ല. പ്രാർത്ഥന വീരനായ അബ്രഹാം, ലോത്ത് നശിക്കേണ്ട സമയത്ത് നശിക്കാതെ അവൻ രക്ഷപ്പെടാൻ അവന് വേണ്ടി ഇടിവിൽ നിന്ന പ്രാർത്ഥന വീരനായ അബ്രഹാം ഇപ്പോഴിതാ ഇല്ലാത്ത മറുപടികളെ കൊണ്ടുവരുന്നത് നമുക്ക് കാണാം. മറുപടി ഇല്ലെങ്കിലും
നഷ്ടപ്പെട്ടു പോയ സംവത്സരങ്ങളെ തിരിച്ചു പിടിച്ച് ആ പ്രായത്തിലേക്ക് തിരിച്ചു വന്ന് അനുഗ്രഹിക്കപ്പെട്ടവനാണ് അബ്രഹാം സാറേ. അതിനുവേണ്ടി അവർ ചെയ്ത് ദൈവം അവർക്ക് ഐഡിയാസ് കൊടുത്തു. ഒരു വ്യക്തി ദൈവത്തോടു കൂടെ നടക്കുമ്പോൾ ഉയരാൻ വേണ്ട ആശയങ്ങൾ, എല്ലാ ഐഡിയാസും ദൈവം തന്നെയാണ് കൊടുക്കുന്നത്. അതിന് നമുക്ക് പ്രത്യേകിച്ച് വിദ്യാഭ്യാസം ഒന്നും ആവശ്യമില്ല. ദൈവം തൻ്റെ പ്രിയനോ ഉറക്കത്തിൽ കൊടുക്കുന്നു. അബ്രഹാമിൻ്റെ ഉറക്കത്തിൽ പോലും ദൈവത്തിൻ്റെ സ്വപ്നങ്ങളും അരുളപ്പാടുകളും ഉള്ളവനായിരുന്നു. ദൈവം അവനോട് പറഞ്ഞു, നിന്റെ പേര് മാറ്റിയിടുക, ബഹുജാതികൾക്ക് പിതാവ്. അതിൻ്റെ അർത്ഥം അനേക തലമുറകൾക്ക് ജന്മം കൊടുക്കാൻ പോകുന്നു എന്ന്. ഒരു തലമുറക്ക് പോലും ജന്മം കൊടുക്കാൻ ശേഷിയില്ലാത്ത നിന്നെക്കുറിച്ച് പറയുക. ആയിരക്കണക്കിന് തലമുറകളുടെ മാതാവ് എന്ന പേരിലേക്ക് സാറ അവളെ തന്നെ പറയുക. രാജാക്കന്മാരുടെ അമ്മ എന്ന് അവളെക്കുറിച്ച് രാജകുമാരി എന്ന് പറയുക. എപ്പോൾ പറയണം? സാധ്യതകളില്ലാത്തിടത്ത്. അതിൻ്റെ പേരാണ് വിശ്വാസവീരൻ, വിശ്വാസവീര. അപ്പോൾ ഇടിവിൽ നിൽക്കേണ്ടതിന് ദൈവം ചിലരെ അന്വേഷിച്ചു. ദൈവത്തിൻ്റെ ദേശം നിലനിൽക്കുവാൻ, മാനവജാതി നിലനിൽക്കുവാൻ, ദേശം നശിച്ചു പോകാതിരിക്കേണ്ടതിന് എഴുന്നേറ്റവരിൽ പ്രമുഖനാണ് അബ്രഹാം. കാരണം ദേശം നശിക്കാത്തതിൻ്റെ കാരണം അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ ചുവടുകളാണ്. കാരണം അബ്രഹാമിൻ്റെ മകനായി, ദാവീദിൻ്റെ മകനായി യേശുക്രിസ്തു വന്നതോടുകൂടി തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുത്തൻ പോലും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകാൻ തക്കവണ്ണം ഈ ദേശത്തെ, ലോകത്തെ സ്നേഹിച്ചു. ഭൂമി നശിച്ചു പോകേണ്ടതായിരുന്നു. ലോത്തിൻ്റെ ദേശം പോലെ തീർന്നു പോകേണ്ടതായിരുന്നു. നോഹയുടെ കാലത്തെ പ്രളയം പോലെ ഈ ഭൂമി തീർന്നു പോകാമായിരുന്നു. വെള്ളത്താൽ നശിപ്പിക്കില്ലെന്ന് പറഞ്ഞു, എന്നാൽ ദൈവത്തിന് തീയാൽ നശിപ്പിക്കാമായിരുന്നു. എന്നാൽ അബ്രഹാം തൻ്റെ വിശ്വാസത്തിലൂടെ ഈ ഭൂമിയിലേക്ക് വിളിച്ചു വരുത്തിയത് ദൈവപുത്രനെ തന്നെയാണ്. സാക്ഷാൽ വചനത്തെ ജഡമായി തീരാൻ അബ്രഹാം ഒരു ജനറേഷനെ രംഗത്ത് കൊണ്ടുവരികയാണ് അവൻ്റെ വിശ്വാസത്താൽ. വാസ്തവത്തിൽ അബ്രഹാം ഒരു ഇസഹാക്കിനെ കളിപ്പിച്ചു മൺമറഞ്ഞെങ്കിലും അബ്രഹാം വിളിച്ചു വരുത്തിയത് വലിയ ഒരു കാര്യമാണ്. ആ ഇസഹാക്കിൽ നിന്നാണ് വാഗ്ദത്തം പുറത്തു വന്നത്, യേശു കർത്താവ് വന്നത്. ദേശം നശിച്ചു പോകാത്തതിൻ്റെ കാരണം അബ്രഹാമായിരുന്നു. അതിനുവേണ്ടി ഇടിവ് നിൽക്കാൻ ദൈവം അന്വേഷിച്ച ആ കാലത്ത് ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ഒരു അബ്രഹാം ഉണ്ടായിരുന്നു. അവനൊത്തിരി തെറ്റുകൾ പറ്റി. അവൻ്റെ ഭാര്യയുടെ വാക്ക് കേട്ട് ഹാഗാറിനെ വിവാഹം കഴിച്ചു. അതിലൂടെ ഒരു കുഞ്ഞ് ജനിച്ചു. ബുദ്ധിപരമായി പല അബദ്ധങ്ങളും പറ്റി. എങ്കിലും ദൈവം അവനെ കൈവിടുന്നില്ല. ദൈവം തന്നെ അവന് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുകയാണ്. ദാസിയെ മകനെയും നീ പുറത്താക്കിക്കോ, നിന്റെ മകനായ ഇസഹാക്കിൽ നിന്ന് തന്നെ സാറയ്ക്ക് മകൻ ജനിക്കും. ദൈവം അബദ്ധങ്ങൾ പറ്റിയിട്ടും കൈവിടാതെ സൊല്യൂഷനുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന കണ്ടു. ദൈവത്തിൻ്റെ കൂടെ നടന്ന അബ്രഹാം, അവൻ ഈ കാലഘട്ടത്തിലെ ഈ രാജ്യം നിലനിൽക്കാൻ കാരണമായി തീർന്നത് ചില വർഷങ്ങൾക്ക് മുമ്പാണ്. അബ്രഹാമിൻ്റെ ആ ചുവടുവയ്പ് അബ്രഹാം വിചാരിച്ചില്ല. ഭൂമിയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു ചുവടുവെപ്പാണെന്ന് അവൻ അറിഞ്ഞില്ല. അബ്രഹാം ആ ചുവട് വെച്ചില്ലായിരുന്നെങ്കിൽ രക്ഷകന്റെ വരവിന് മറ്റൊരു വഴി ദൈവത്തിന് അന്വേഷിക്കണമായിരുന്നു. ഒരിക്കൽ ആരോ പറഞ്ഞു, നോഹയ്ക്കാണ് ഈ ചാൻസ് കിട്ടേണ്ടത്. എന്നാൽ നോഹ വലിയ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട്
ഒരു കുപ്പി വെള്ളത്തിൽ വീണു, മദ്യം കുടിച്ച് അതിനകത്ത് കിടന്നു. അതുകൊണ്ട് ദൈവം നോഹയുടെ ഹായ് എടുത്ത് അബ്രാമിന് കൊടുത്തു. അബ്രഹാം. നോഹയ്ക്ക് ബാക്കി എന്നുണ്ട് നോ. അവനൊന്നുമില്ലാത്തവനായി. വാസ്തവത്തിൽ അവൻ ബഹുജാതികൾക്ക് പിതാവാകേണ്ടതായിരുന്നു, അവൻ അനുഗ്രഹമാകേണ്ടതായിരുന്നു. അവൻ്റെ കുടുംബത്തിലായിരുന്നു വാസ്തവത്തിൽ മശിക വരേണ്ടത്. എന്നാൽ ആ ചാൻസ് നോഹ നഷ്ടപ്പെടുത്തി. അപ്പൊ ചാൻസുകളെ ആരും കളയരുത്. ഓരോ കാലഘട്ടത്തിലും ദൈവം തിരഞ്ഞെടുക്കുന്നവർ അവരുടെ ചാൻസ് കളയുമ്പോൾ അവരുടെ കുടുംബത്തിലേക്ക് വരേണ്ട വലിയ രാജകീയ അനുഗ്രഹങ്ങളാണ് അവർ നഷ്ടപ്പെടുത്തി കളയുന്നത്. അബ്രഹാം അവൻ്റെ കുടുംബത്തിലേക്ക് രാജാക്കന്മാരെ സ്വീകരിക്കുകയായിരുന്നു, അവൻ്റെ കുടുംബത്തിലേക്ക് പ്രവാചകന്മാരെ സ്വീകരിക്കുകയായിരുന്നു. പുരോഹിത വർഗത്തെ, രാജകീയ പുരോഹിത വർഗങ്ങളെല്ലാം അബ്രഹാമിൻ്റെ കുടുംബത്തിലേക്ക് വന്നു കയറി. എന്തിനു പറയണം? നമ്മളൊക്കെ അബ്രഹാമിൻ്റെ മക്കളായി മാറി. ഒറ്റ കാരണം, ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും സ്വന്തം ദേശത്തെയും വിട്ടിട്ട് അബ്രഹാം ഇറങ്ങിത്തിരിച്ച ഒരൊറ്റ കാരണമാണ് അതിന് ഇടയായി തീർന്നത്. അവൻ വിശ്വാസ വീരനായിരുന്നു, പ്രാർത്ഥന വീരനായിരുന്നു. അവനോട് ദൈവം പറഞ്ഞു, കുഞ്ഞെ, നിനക്ക് വയസ്സ് 99 ഉണ്ട്, എങ്കിലും നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. ദൈവം പരിശുദ്ധനായതുകൊണ്ട് ആ വിശുദ്ധിയോട് ഒക്കുന്ന ജനങ്ങളാക്കി നമ്മയും കൂടി മാറ്റുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധൻ ഇനിയും വിശുദ്ധി ചെയ്യട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. നാം കൂടുതൽ വിശുദ്ധരാകുന്നത് സ്വർഗത്തിൽ പോകാനല്ല, നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ കൂടുതൽ നിഷ്കളങ്കനാകുക, നിന്റെ വഴികൾ വേഗത്തിൽ തുറക്കും. നീ കൂടുതൽ നിർമ്മലനാകുമ്പോൾ നിന്റെ ഭാവി വേഗത്തിൽ തുറക്കും. അതുകൊണ്ടാണ് നഥനയേൽ അടുത്ത് വന്നപ്പോൾ യേശു പറഞ്ഞു, സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ കപടമില്ല. അതുകൊണ്ട് നീ വലിയ കാര്യങ്ങൾ കാണുമെന്ന് നഥനയേലിനോട് കർത്താവ് പറഞ്ഞു. വിശുദ്ധ ജീവിതം വർദ്ധിക്കുമ്പോൾ നമ്മൾ വലിയ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. വിശുദ്ധ ജീവിതം, നിഷ്കളങ്ക ജീവിതം, നല്ല സാക്ഷ്യമുള്ള ജീവിതം, ഇത് സ്വർഗത്തിൽ പോകാൻ മാത്രമല്ല, നമ്മുടെ സാമ്പത്തിക ഉറവകൾ തുറക്കാൻ, നമ്മുടെ തലമുറകളുടെ അനുഗ്രഹങ്ങൾ തുറക്കാൻ, നമ്മുടെ മുന്നിൽ ഈ ഭൂമിയിലും വലിയ നന്മകൾ കാണാൻ വിശുദ്ധ ജീവിതവും നിഷ്കളങ്ക ജീവിതവും ആവശ്യമാണെന്ന് ഈ വാക്യങ്ങളിലൂടെ എല്ലാം നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് കർത്താവിൽ വിശ്വസിക്കുക, കർത്താവിൽ ധൈര്യപ്പെടുക. വീരന്മാരെ ഓരോ കാലഘട്ടത്തിലും ദൈവം അന്വേഷിക്കുന്നു. ഈ കാലഘട്ടത്തിലെ ദേശം നശിച്ചു പോകാതെ മതിൽ കെട്ടി കാവൽ നിൽക്കുന്ന വിശ്വാസ വീരരും പ്രാർത്ഥന വീരരുമായി ഈ സീസണിൽ നമുക്ക് നിൽക്കാം, പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഇന്ന് ഈ വചനങ്ങൾ കേട്ട ഓരോ വ്യക്തികളെ അകത്ത് സ്വയം തീരുമാനമുണ്ടാകാനും പ്രാർത്ഥനയിൽ എഴുന്നേൽക്കാനും വിശ്വാസത്തിൽ ചലനം ഉള്ളവരായി എഴുന്നേറ്റ് പ്രകാശിപ്പാനും ഈ ഓരോ മക്കൾക്കും കൃപ കൊടുക്കണം. ഈ മക്കളെല്ലാം കർത്താവിന് വേണ്ടി വളരെയധികം ഫലമുള്ളവരാകട്ടെ. ദേശത്തിൻ്റെ നാശത്തെ ക്യാൻസൽ ചെയ്യുന്ന പ്രാർത്ഥന വിശ്വാസ വീരരായി ഓരോ വ്യക്തികളും തീരട്ടെ. ഇവർ മുഖാന്തരം ദേശം സംരക്ഷിക്കപ്പെടണം. ഇവർ മുഖാന്തരം ഇവർ പോകുന്ന, അവർ ജോലി ചെയ്യുന്ന ഓഫീസുകൾ, പഠിക്കുന്ന സ്കൂളുകൾ എല്ലാം സുരക്ഷിതമാകട്ടെ. നശിക്കാത്ത ഒരു ദേശം ഇവർ മുഖാന്തരം ഉണ്ടായി വരട്ടെ. ദേശത്തിൻ്റെ അനർത്ഥങ്ങൾ ഇവർ മുഖാന്തരം മാറിപ്പോകട്ടെ. ഈ കാലഘട്ടത്തിന് ഈ മക്കൾ ഒരു ബ്ലെസ്സിങ് ആയി മാറട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. എല്ലാവരും യേശു അനുഗ്രഹിക്കും. ജീസസ് എവരിഡേ എന്ന ഈ പ്രാർത്ഥനാ കൂട്ടായ്മ കാണുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ മീഡിയയുടെ ഓരോ വീഡിയോകളും ഷെയർ ചെയ്തതുകൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ടും ഈ മീഡിയ അനുഗ്രഹിക്കപ്പെടുന്നു. അതിൻ്റെ കാരണക്കാർ നിങ്ങളാണ്. നിങ്ങൾ ഈ കൂട്ടായ്മയെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ കൈത്താങ്ങലും സ്നേഹവും
സൗഹാർദ്ദവും ഞങ്ങൾക്ക് ആവശ്യമാണ്. തമ്മിൽ ഓർക്കാം. നിങ്ങൾ ഈ മിനിസ്ട്രിയോട് കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും ദൈവം നിങ്ങൾക്ക് 1000 മടങ്ങ് പ്രതിഫലം തരും. ഗോഡ് ബ്ലെസ് യു. നാളെ ഇതേ സമയത്ത് കാണാം.